പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എല്ലാവരുടെയും MLA ആയി ഉണ്ടാകും. വോട്ട് ചെയ്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടേതും MLA ആയിരിക്കും എന്ന് പറയും. ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലെ വല്ലാത്ത രീതിയിലുള്ള ഫ്ലെക്സുകൾ, ഇപ്പോൾ 4ാമത്തെ ഫ്ലെക്സാണ് VD സതീശന് വേണ്ടി ഉയരുന്നത്. അവിടെ മന്ത്രിസഭാ രൂപീകരണമായി, അവിടെ ഘടകകക്ഷികൾക്ക് സീറ്റ് വീഴ്ച കൊടുക്കുന്നതിനെ കുറിച്ച് ഇതൊന്നും യഥാർത്ഥത്തിൽ അവർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള PR വർക്കുകളുണ്ട്. പക്ഷേ ഇതൊന്നും CPMൻ്റെ ക്യാമ്പിലോ LDFൻ്റെ ക്യാമ്പിലോ ഒരേലയനക്കം പോലും കാണുന്നില്ല. ഓഫീസൊക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു. സ്ഥാനാർത്ഥികളൊക്കെ ചായയും വടയൊക്കെ കഴിച്ച് ചിലരൊക്കെ സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും ഒക്കെ ഇടപഴകുന്നു. മന്ത്രിമാർക്കൊക്കെ നന്ദി പറയുന്നു, ഓഫീസർമാരോട് താങ്ക്സ് പറയുന്നു. ഒരു നീക്കവും ചലനവും LDFിലെ ഒരു ഓഫീസിലും കാണുന്നില്ലല്ലോ. അല്ല, അത് LDFൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. UDF 2021 ഇതുപോലെ മുഖ്യമന്ത്രിമാരെക്കുറിച്ച് ചർച്ചയും മന്ത്രിമാരെക്കുറിച്ച് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അത് UDFൻ്റെ രീതി അങ്ങനെയാണ്, LDFൻ്റെ രീതി ഇങ്ങനെയാണ്. ഞങ്ങൾ വോട്ടെണ്ണി കഴിഞ്ഞ് ഞങ്ങൾക്ക് മെജോറിറ്റി ലഭ്യമായി കഴിഞ്ഞാൽ ഞങ്ങൾ യോഗം ചേർന്ന് ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അവിടെ ചർച്ച ചെയ്ത് അതിൽ തീരുമാനം കൈക്കൊള്ളും. തീരുമാനങ്ങൾ LDFും ഞങ്ങൾ CPMും LDFും ഒക്കെ അങ്ങനെയാണ് കൈക്കൊള്ളുന്ന രീതി. അതാണ് ഞങ്ങളുടെ രീതി. അത് വോട്ട് എണ്ണിക്കഴിഞ്ഞ് ആ രീതി ഞങ്ങൾ തുടരും. ഓക്കെ, ശ്രീ മുഹമ്മദ് റിയാസ്, അങ്ങ് നാളെ വിജയിച്ച് വരുമ്പോൾ അങ്ങേക്കൊരു സർപ്രൈസ് എന്തായാലും റിപ്പോർട്ടർ TV ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങ് റിപ്പോർട്ടർ TVയിലൂടെ ആ വിജയ നിമിഷം കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അയ്യോ, തീർച്ചയായിട്ടും. 82,000 എന്നുള്ള കണക്കൊന്നും മനസ്സിൽ വെക്കുന്നല്ല. അത് കണക്ക് വയ്ക്കും, ഉറപ്പായിട്ട് കണക്ക് വെച്ചിരിക്കും. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെക്കും ആ സമയത്ത് നാളെ കാണിക്കാൻ വേണ്ടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.